ദോശ ഇഡ്ലി ബാറ്റർ കൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഒരു സ്നാക്കിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അതിനായിട്ട് ചൂടായിട്ടുള്ള ഈ പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് കടുക് നന്നായി പൊട്ടി വന്ന ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഉഴുന്നുപരിപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന്റെ കളർ ഒന്ന് മാറി ചെറിയൊരു ഗോൾഡൻ കളറായി വരുന്നിടം വരെയാണ് നമ്മളൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇപ്പൊ അതിന്റെ കളർ ഒന്ന് മാറി നന്നായിട്ട് റെഡി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ചെറുതായിട്ടൊന്ന് കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും 3 പച്ചമുളകും ആവശ്യത്തിനുള്ള കറിവേപ്പിലയാണ് നമ്മളിപ്പോൾ ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള ഒരു സവോളയും ക്യാരറ്റും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇതെല്ലാം ഒന്നുകൂടി ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇനി നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന 2 കപ്പ് ദോശ ബാറ്ററിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി ഈ ബാറ്റർ യൂസ് ചെയ്ത് പണിയാരം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ചൂടായിട്ടുള്ള ഉണ്ണിയപ്പ ചട്ടിയുടെ ഓരോ കുഴിയിലേക്കും ഏകദേശം ഓരോ ടീസ്പൂൺ അളവിൽ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വന്ന ശേഷം ആ ബാറ്റർ ഓരോ തവി വീതം ഈ ഓരോ കുഴികളിലേക്കും നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. അല്ലെങ്കിൽ അതിന്റെ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറി കരിഞ്ഞു പോവാനും അതിന്റെ ഉൾഭാഗത്തുള്ള മാവ് വേവാതിരിക്കാനുമുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഏകദേശം 3 മുതൽ 4 മിനിറ്റ് വരെ ആയിട്ടുണ്ട്. നമ്മുടെ പണിയാരത്തിന്റെ ഒരു സൈഡ് നന്നായിട്ടൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം മറിച്ചിട്ട് കൊടുത്ത് അതിന്റെ മറുവശവും നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഏകദേശം 3 മുതൽ 4 മിനിറ്റ് വരെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പണിയാരം 2 സൈഡും നന്നായിട്ട് കുക്കായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ലെഫ്റ്റ് ഓവർ ദോശ ബാറ്റർ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന കുഴിപ്പനിയാരം ഇവിടെ റെഡിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചട്നിയുടെ കൂടെയും സാമ്പാറിന്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ മറ്റൊരു ഈസി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.